ഇവരെന്തും ചെയ്യട്ടോ, എന്തും ചെയ്യും. എന്തും ചെയ്യുന്നതിൻ്റെ തെളിവെന്താ അറിയോ? ഇനി ഓൻ്റെ ഒരു ചോദ്യമുണ്ട്. ഓൻ്റെ പറഞ്ഞാൽ പേരോട് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുകയാണ്. പേരോടാണ് ഈ ഇഷ്ടിക അടക്കം പറഞ്ഞു കൊടുത്ത്. ഓന് തലല്ലല്ലോ, മണ്ണാണ് ഉള്ളിൽ. ഇതിൽ മണ്ണാങ്കട്ടയുള്ളത്, അതുകൊണ്ട് ആ ഇഷ്ടിക മനസ്സിലാവാകുന്നത്. എന്നിട്ട് ഇവൻ പറഞ്ഞു കൊടുത്താണ് എന്താണ് ഇപ്പൊ റസൂലിന് കഴിവില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം നോ ചോദിക്കുക. എങ്ങനെ? ലോകം പടച്ചത് ആർക്ക് വേണ്ടി? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ആകാശഭൂമികളെ ഇത്രയും സുന്ദരമാക്കിയതൊരു നേതാവിന് വേണ്ടി. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തുള്ള മലക്കുകൾ, ജിന്നുകൾ, ഇൻസുകൾ, സൂര്യൻ, ചന്ദ്രൻ എല്ലാരും ഖിദ്മത്ത് ചെയ്യുന്ന സ്ഥലം അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് എന്ന ഉന്നത സ്ഥാനം അത് നേടിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഅ്തീതു ശഫാഅ, ശഫാഅത്ത് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള സർവവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ അധികാരം എൻ്റെ കയ്യിലാണ്, സ്വർഗം എൻ്റെ അധികാരത്തിലാണ്. എല്ലാം പറഞ്ഞ ഹബീബ് സർവ കഴിവും അല്ലാഹു കൊടുത്ത നേതാവിനെ സംബന്ധിച്ച് ഇയാൾ പറയുകയാണ്. എന്താ പറയുന്നത്? കഴിവില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ? നിങ്ങളുടെ മനസ്സ് ഏറ്റവും നശിച്ചുപോയി. മടവൂര് ശൈഖുനല്ലേ തൊട്ടത് സെന്റർ പോയിന്റിലായപ്പോ നിങ്ങൾ എവിടെ എത്തിയെന്ന് ചിന്തിച്ചോ? ഈ ഒറ്റ ചോദ്യം മതി. ഹബീബായ തങ്ങൾക്ക് കഴിവില്ല എന്നത് എന്തിനാ ഇത്ര കുഴപ്പമാക്കുന്നത്? എന്നിട്ടത് പറഞ്ഞിട്ടുണ്ട് അത്രേ സോവിയിൽ, അത് പറഞ്ഞിട്ടുണ്ട് അത്രേ ദുററുസനിയയിൽ, അത് പറഞ്ഞിട്ടുണ്ട് അത്രേ മറ്റ് കിതാബിൽ. വിളിക്കുന്നു ഞാൻ. നിങ്ങൾ ഈ പറയുന്ന വാദമില്ലേ, ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ല ഒന്നിനുമെന്ന് ഒരു സ്വാബിയിലുമില്ല, ഒരു കിതാബിലുമില്ല, സൈനി ദഹ്ലാൻ തങ്ങളെ കിതാബിലില്ല. കട്ടുമുറിച്ചു വായിച്ചതാണ്. ഹബീബായ തങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് എഴുതി വച്ച ഗ്രന്ഥമാണ് ഇമാം സ്വാബിയുടെ തഫ്സീർ. ആർക്കാ നിങ്ങൾ ഉണ്ടാക്കുന്നത്? എന്നിട്ട് കിതാബ് ആർക്ക് വേണല്ലോ നിങ്ങളെ കിതാബ്? ഹബീബായ തങ്ങൾക്ക് കഴിവില്ല എന്ന് പറയാൻ കിതാബുമായി വന്നാൽ ആ കിതാബ് വിശ്വാസികൾക്ക് ആവശ്യമില്ല. ഹബീബായ തങ്ങളെക്കാൾ വലിയ കിതാബോ എവിടുന്ന നേറ്റ് വരുന്നത്? വായിക്കണം കേട്ടോളൂ, അയാളെ ചോദ്യം കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണോ? അത് വലിയ എന്തോ കുഴപ്പം പോലെയൊക്കെയാണ് ഇവൻ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാവി ഇമാം വഹാബിയാണോ? നീ മറുപടി പറയണം. അടുത്തത് ഞാൻ വായിക്കുന്നു, സൈനി ദഹ്ലാൻ വഹാബിയാണോ? വഹാബികൾക്കെതിരെ എഴുതിയ കിതാബിലാ പറയുന്നത്. എന്താ പറയുന്നത്? ലി അന്ന മആശിറു അഹ്ലിസ് സുന്ന, നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകളാണ്. ലാ നഅ്തഖിദു, നമ്മൾ വിശ്വസിക്കുന്നില്ല, തഅ്സീറൻ, ഒരു പ്രതിഫലനം ഉണ്ടാക്കലിനെ, വലാ ഖൽഖൻ, സൃഷ്ടിക്കലിനെയും, വലാ ഈജാദൻ, ഉണ്ടാക്കലിനെയും, വലാ ഇഅദാമൻ, ഇല്ലാതാക്കലിനെയും, വലാ നഫ്അൻ, ഉപകാരം ചെയ്യലിനെയും, വലാ ദർറൻ, ഉപദ്രവം ചെയ്യലിനെയും, ഇല്ലാ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു തആലയ്ക്കല്ലാതെ, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു തഅ്സീർ ഉണ്ടാക്കാനോ, ഒന്നിനെ സൃഷ്ടിച്ചു തരാനോ, ഒന്നിനെ ഉണ്ടാക്കി തരാനോ, ഒരു ഉപകാരം ചെയ്യാനോ, ഒരു ഉപദ്രവം ചെയ്യാനോ ആർക്കും കഴിയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ ഇമാമീങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, ഏത് ഹബീബായ തങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതാണ് മടവൂര് ശൈഖുനയോട് കളിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷ. സോവി ഞാൻ വായിക്കാം. സോവി എന്താ പറഞ്ഞത്? അതാ ഫമൻ സഅമ, സോവിയിൽ നിന്ന് ഫമൻ സഅമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅഹാദിൻ നാസ്, ഹബീബായ തങ്ങൾ മറ്റു ജനങ്ങളെ പോലെ ലാ യംലികു ശൈഅൻ നസ്ലാ, ഹബീബായ തങ്ങൾക്ക് ഒരു അധികാരവുമില്ല കേട്ടോ. വലാ നഫ്അ ബിഹി,
ഹബീബായ തങ്ങളെ കൊണ്ട് ഉപകാരമില്ല. ലാ ലാഹിറൻ, പ്രത്യക്ഷത്തിലുമില്ല, വലാ ബാത്തിനൻ, ആന്തരികമായിട്ടുമില്ല എന്നൊരുത്തൻ വാദിച്ചാൽ ഫഹുവ കാഫിറുൻ. ഇമാം സ്വാബിയുടെ ഇബാറത്ത്, അവൻ കാഫിറാണോ? ഖാസിറുദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ട കാഫിറാണെന്നാണ് നീ വായിച്ച ഇമാം സ്വാബിയുടെ കിതാബിലുള്ളത്. അതാണ് കൂറ കപ്പലിൽ പോയവർ ഏടെങ്കിലും കണ്ണങ്ങൾ വല നോട്ടം എന്ന് കാണുമ്പോഴേക്ക് ചാടി ഇറങ്ങുക. വായിക്കാത്തൊരു സുന്നയുടെ ബാക്കി. അല്ലാമാ സൈനി ദഹ്ലാനെതിരെ എന്താ സംഭവം എന്നറിയങ്ങൾക്ക്? സൈനി ദഹ്ലാൻ എന്ന പണ്ഡിതൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലക്കാരനാ. ഇബ്നു അബ്ദുൽ വഹാബ് വാദിച്ചു, എന്ത്? മക്കയിലെ മുശ്രിക്കിനെ പോലെ അള്ളാന്റെ റസൂലിന് സ്വയം കഴിവുണ്ട്, സ്വയം ഉപകാരം ചെയ്യാൻ കഴിയും എന്ന് സുന്നികൾക്ക് വാദമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ വാദത്തെ ഗണ്ണിക്കുകയാണ്. സ്വയം ബിദ്ദാത്ത്, സ്വയം അല്ല കൊടുക്കാതെ സ്വയം എന്ന നിലക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ അങ്ങനെയുള്ള സംഭവം ഇല്ല. അത് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ് തെറ്റാണ്. അവനെ ഗണ്ണിക്കുകയാണോ? അതെടുത്തുകൊണ്ടുവന്ന് ഹബീബിന് കഴിവില്ലെന്ന് പറയാൻ നീ ആര്? فمن زعم ان النبي صلى الله عليه وسلم لا يملك شيئا, ഹബീബായ തങ്ങൾക്കൊന്നിനും കഴിവില്ല, വലാ നഫ്അ ബിഹി, ഉപകാരമില്ല എന്നൊരുത്തൻ വാദിച്ചാൽ ഫഹുവ കാഫിറുൻ. ഇസ്തിഗ എന്ന് പറഞ്ഞ മണ്ണിനോട് നീ അതാക്കി മാറ്റിയാ തന്നെ അന്റെ സ്ഥാനേടോ. ആരെ കുറിച്ചാ ഈ പറയണ്? ഞങ്ങളോടുള്ള ദേഷ്യം ആരോടായി തീർക്കണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിഞ്ഞിട്ടില്ല. അടുത്ത സ്റ്റെപ്പിലോ പറയുന്നുണ്ട്, ഒരു വലിയനോ നബിക്കോ ഒരാൾക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. എവിടെ എത്തിയവർ? നമ്മൾ എത്ര ശുക്ർ ചെയ്യണം നമ്മുടെ റബ്ബിന്. ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എങ്കിൽ ഇതിന് തെളിവ് പറയുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിയില്ലേ? തെളിവ് എന്തോ ആകട്ടെ, എന്തിനാ നിങ്ങൾ തെളിവ് പറയണത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവില്ലെന്ന് പറയാൻ അല്ലേ? ആ തെളിവ് ആർക്ക് വേണോ? ലോകം പഠിച്ചതാ ഹബീബിന് വേണ്ടിയല്ലേ? അവിടത്തേക്ക് കഴിവില്ല എന്ന് പറയാൻ അന്റെ തെളിവ് നോക്കിയെടുക്കല്ലേ ആശിഖീങ്ങൾ, മുഹിബീങ്ങൾ. ലോകം തലകുലിക്കുന്ന സ്ഥലമല്ലേ അത്? എന്നിട്ട് വഹാബിക്ക് മറുപടി കൊടുക്കുമ്പോൾ ഇമാമിങ്ങൾ എഴുതി വെച്ചത് അപ്പുറം പറയുന്നുണ്ട്. ഇസ്തിഗാസയും തവസ്സുലൊക്കെ വിശദീകരിച്ച് തൊലബുൽ സഹായം തേടലും അതിനവർ സഹായിക്കുന്നതും അതിനവർ കസ്ബൻ നൽകന്നെ ചെയ്തു തരുന്നതും ഒക്കെ കിതാബിൽ അടുത്ത പേജിലുണ്ട്. ഇവര് വായിക്കൂലല്ലോ. ഇനി ഒന്നുകൂടി വായിക്കുന്നു.